ഒരു നടൻ എന്ന രീതിയിൽ എനിക്ക് പല പരിമിതികളുമുണ്ട്. എന്നാൽ ഞാൻ മികച്ചൊരു പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നുണ്ട്. അഭിനയം നിർത്തുകയാണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നുണ്ട്. തൻ്റെ വ്യത്യസ്തമായ മാനറിസങ്ങൾ കൊണ്ടും ഓവർ ദ ടോപ്പ് പെർഫോമൻസുകൾ കൊണ്ടും ആരാധകരുടെ മനസ്സിൽ ആവേശം സൃഷ്ടിച്ച നടനാണ് ഫഹദ് ഫാസിൽ. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. 2014 മുതൽ 2024 വരെ 10 സിനിമകളിലാണ് ഫഹദ് ഫാസിൽ നിർമ്മാണ പങ്കാളിയായത്. അതിൽ ഭൂരിഭാഗം സിനിമകളും ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ പേരിലും നിരൂപക പ്രശംസയുടെ പേരിലും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. അവ ഫഹദ് ഫാസിൽ എന്ന പ്രൊഡ്യൂസറെ എത്രത്തോളം വളർത്തിയെന്ന് നോക്കാം. സംവിധായകൻ അമൽ നീരദിനോടൊപ്പം ചേർന്ന് ഫഹദ് ഫാസിൽ ആദ്യമായി നിർമ്മാണ പങ്കാളിയായ സിനിമയാണ് ഇയോബിൻ്റെ പുസ്തകം. 2014 അമൽ നീരദ് തന്നെ ഒരുക്കിയ ചിത്രം അന്ന് വരെ മലയാളത്തിൽ ഇറങ്ങിയ പീരീഡ് ആക്ഷൻ ത്രില്ലർ സിനിമകളിൽ നിന്ന് വേറിട്ട ആഖ്യാനം പ്രേക്ഷകന് സമ്മാനിച്ച ഒരു സിനിമയാണ്. ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ചിത്രത്തിൽ ലാൽ, ജയസൂര്യ, ചെമ്പൻ വിനോദ്, വിനായകൻ, ഈഷ ശർവാണി, പത്മപ്രിയ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. റിപ്പോർട്ടുകൾ പ്രകാരം 40 കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് പക്ഷേ സാമ്പത്തിക വിജയം കൈക്കലാക്കാനായില്ല. അമൽ നീരദിനോടൊപ്പം തന്നെ ചേർന്ന് ഫഹദ് ഫാസിൽ നിർമ്മാണ പങ്കാളിയായ മറ്റൊരു സിനിമയാണ് 2018 തിയേറ്ററുകളിലെത്തിയ വരത്തൻ. ഫഹദിനൊപ്പം ഐശ്വര്യലക്ഷ്മിയും ലീഡ് റോളിലെത്തിയ വരത്തൻ മലയാളത്തിലെ ആക്ഷൻ ത്രില്ലർ സിനിമകളിൽ വേറിട്ട് നിന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 18 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് 33 കോടിയാണ് ആഗോളതലത്തിൽ നേടിയത്. സംവിധായകൻ ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ഒപ്പം ചേർന്ന് ഫഹദ് ഫാസിൽ നിർമ്മിച്ച ചിത്രമാണ് കുമ്പളങ്ങി നൈറ്റ്സ്. നവാഗതനായ മധു സി നാരായണൻ ഒരുക്കിയ ചിത്രത്തിൽ ഫഹദിനൊപ്പം സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ഷൈൻ നിഗം, അന്നാബെൻ, മാത്യു തോമസ് തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. മലയാള സിനിമയ്ക്ക് സംസ്ഥാനത്തിന് പുറത്തും ഏറെ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത ചിത്രമായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. എന്നാൽ നിരൂപക പ്രശംസയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബോക്സ് ഓഫീസ് വിജയം നേടാൻ ഈ ചിത്രത്തിനായി. റിപ്പോർട്ടുകൾ പ്രകാരം 6.5 കോടി ബജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം ഏകദേശം 40 കോടിയാണ് ബോക്സ് ഓഫീസിൽ വാരിയത്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലും നസ്രിയ നസീമും ചേർന്ന് നിർമ്മിച്ച മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് സീ യു സൂൺ. 2020 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുകയായിരുന്നു. പൂർണ്ണമായും ഐഫോൺ ഉപയോഗിച്ചാണ് സീ യു സൂൺ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ക്രീൻ ചലച്ചിത്രം കൂടിയാണ് സീ യു സൂൺ. വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന നാടകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദിലീഷ് പോത്തൻ ഒരുക്കിയ ചിത്രമാണ് ജോജി. ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ചേർന്ന് നിർമ്മിച്ച ചിത്രം 2021 ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുകയായിരുന്നു. ഫഹദ് ഫാസിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ ബാബുരാജ്, ഷമ്മി തിലകൻ, ഉണ്ണിമായ പ്രസാദ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. സംവിധായകനും പിതാവുമായ ഫാസിലിനൊപ്പം ചേർന്ന് ഫഹദ് ഫാസിൽ നിർമ്മിച്ച ചിത്രമാണ് മലയൻകുഞ്ഞ്. 18 വർഷങ്ങൾക്ക് ശേഷം ഫാസിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രം, 30 വർഷങ്ങൾക്ക് ശേഷം AR റഹ്മാൻ മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നു എന്നീ വിശേഷണങ്ങളോടെയാണ് മലയൻകുഞ്ഞ് തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ ഒരു സർവൈവൽ ത്രില്ലർ ആയിരുന്നിട്ട് കൂടി ചിത്രത്തിന് പ്രതീക്ഷിച്ച വരവേൽപ്പ് ബോക്സ് ഓഫീസിൽ ലഭിച്ചില്ല. റിപ്പോർട്ടുകൾ പ്രകാരം 6 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് 14 കോടി മാത്രമേ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനായുള്ളൂ. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് പാൽത്തു ജാൻവർ. നവാഗതനായ സംഗീത് P രാജൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബേസിൽ ജോസഫിനൊപ്പം ഷമ്മി തിലകൻ, ജോണി ആന്റണി, ഇന്ദ്രൻസ് തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ എത്തിയത്. താരതമ്യേന ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ഈ കുഞ്ഞു സിനിമ സാമ്പത്തികമായി ബോക്സ് ഓഫീസിൽ വിജയം കൈവരിച്ചെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം 9 കോടിയാണ് കളക്ഷനായി ചിത്രം നേടിയത്. ശ്യാം പുഷ്കരൻ തിരക്കഥ എഴുതി സഹീദ് അറാഫത്ത് സംവിധാനം ചെയ്ത ക്രൈം കോമഡി ഡ്രാമയാണ് തങ്കം. ബിജു മേനൻ, വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി, ഗിരീഷ് കുൽക്കർണി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ തിളങ്ങിയില്ല. റിപ്പോർട്ടുകൾ പ്രകാരം 4.75 കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് 5 കോടിയോളം മാത്രമേ ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞുള്ളൂ. 2024 ഏറ്റവും വലിയ സർപ്രൈസ് ഹിറ്റായി മാറിയ സിനിമയാണ് പ്രേമലു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. റൊമാൻസ് കോമഡി എന്റർടൈനറായി വന്ന് ന്യൂജൻ കഥ പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിലും വലിയ വിജയം നേടി. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം 12 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ഇതുവരെ 135 കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷനായി നേടിയത്. ആവേശമാണ് ഫഹദിന്റെ നിർമ്മാണ പങ്കാളിത്തത്തിൽ ഏറ്റവും പുതിയതായി തിയേറ്ററുകളിലെത്തിയ ചിത്രം. പെരുന്നാൾ, വിഷു റിലീസായി എത്തിയ ആവേശം ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത് 10 ദിവസം പിന്നിടുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 75 കോടിയാണ് ആവേശം നേടിയത്. ഫഹദ് ഫാസിൽ എന്ന പ്രൊഡ്യൂസറുടെ ജേണി പരിശോധിക്കുമ്പോൾ ബോക്സ് ഓഫീസ് വിജയങ്ങൾക്ക് മാത്രമായി സിനിമ നിർമ്മിക്കാതെ പല ജോണറിലുള്ള സിനിമകളാണ് അദ്ദേഹം നിർമ്മാണ പങ്കാളിയായതെന്ന് കാണാം. അതിൽ ആർട്ട് ഹൗസ് സിനിമകളുണ്ട്, പരീക്ഷണ സിനിമകളുണ്ട്, മലയാള സിനിമയുടെ ആഖ്യാനത്തെ തന്നെ മാറ്റിമറിച്ച സിനിമകളുണ്ട്, ഫുൾ പാക്ക് എൻ്റർടൈനറുകളുണ്ട്. താൻ കേന്ദ്ര കഥാപാത്രമായി എത്താത്ത സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഫഹദ് ഫാസിൽ എന്ന നിർമ്മാതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന കരാട്ടെ ചന്ദ്രനും പ്രേമലു 2-ഉമാണ് ഫഹദ് ഫാസിൽ നിർമ്മാണ പങ്കാളിയാകുന്ന ഇനി വരാനിരിക്കുന്ന സിനിമകൾ. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 2 റിലീസുകളാണ് ഈ ചിത്രങ്ങൾ.